നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാകുന്നു. തകർന്നു കിടക്കുന്ന റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ റോഡ് പാടെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തുമെങ്കിലും ഒരു മഴ പെയ്താൽ ഈ റോഡ് കുണ്ടും കുഴികളും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതെയായി തീരുകയാണ്. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ ഓഫീസുകൾ, നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ളവയിലേക്കുള്ള പാത കൂടിയാണ് തകർന്നടിഞ്ഞു കിടക്കുന്നത്. ഇതിലൂടെയുള്ള യാത്രയാകട്ടെ വലിയ ദുരിതപൂർണമാണ്. റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ ചളി നിറഞ്ഞ് കാൽനട യാത്രക്കാർക്കും ഇതിലൂടെ പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ്. വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു വണ്ടികൾക്ക് ഇതിനെ പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പണി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ പരാതി കൊടുത്താണ്. എന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതാണ് അധികാരികളും ജനപ്രതിനിധികളും ഇതിനോടുള്ള സമീപനം. ആ TB റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട റോഡാണ്. നിരവധി ഓഫീസുകൾ, താലൂക്ക് ഓഫീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഓഫീസുകൾ, അത്രയും ജനങ്ങളെ ആശ്രയിക്കുന്ന ഈ റോഡിനെ ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും ഈ റോഡിനോടുള്ള അവഗണന ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു അന്തിമ നടപടി എടുത്തുള്ള ഈ ശക്തമായ പ്രതിഷേധത്തിനാണ് വെൽഫെയർ പാർട്ടി രൂപം കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഉപരോധ സമരം മുതലുള്ള സംഗതി രൂപപ്പെടുത്തുമെന്നാണ്. കുഴിയിൽ വാഹനങ്ങൾ അകപ്പെട്ട് വഴിയാത്രക്കാരുടെ ദേഹത്തേക്ക് ചളിതെറിക്കുന്നതും പതിവ് കാഴ്ചയാണ്. പട്ടാമ്പി ടൗണിൽ നിന്നും പെരുമിടിയൂർ, വടക്കുമുറി പ്രദേശങ്ങളിലേക്കും ഈ പാതയിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. മിനിമം ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞത് എടുക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റല്, അതേപോലെ പഞ്ചായത്ത്, ഗവൺമെന്റിന്റെ എല്ലാ സംഭവങ്ങളും വരുന്ന ഒരു റോഡാണിത്. ഇത്രയും നല്ലൊരു റോഡ് ഉണ്ടാവേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്നത്. കടക്കാർക്കുള്ള ബുദ്ധിമുട്ട്, എല്ലാ ദിവസവും വന്നിട്ട് അടിച്ചേറുക, കഴുകുക, അതേപോലെ ഇതിലുള്ള യാത്രക്കാർക്കുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലമായിട്ട് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഇതേപോലെ തന്നെയാണ്. വളരെ കാലമായിട്ട് ഏത് ഭരണാധികാരി വന്നാലും ശരി, ഈ സിവിൽ സ്റ്റേഷൻ റോഡ് എന്നും ഇതേ ഗതി തന്നെ. എത്രയോ ഹോസ്പിറ്റലിൽ പോകുന്ന സാധാരണ ജനങ്ങൾ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരടക്കം ഇതിലെ പോകുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇത് കണ്ടതായി ഭാവിക്കുന്നില്ല. എന്ത് ചെയ്യും? ആരോട് പറയാനാ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? പൊതുജനത്തെ വെറുതെ വട്ടം കറക്കുന്ന ഇത്തരം നെറികെട്ട പരിപാടി ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഒന്ന് താഴ്മയോട് അപേക്ഷിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം ഈ ഒരു റോഡ് ശോചനീയാവസ്ഥ പരിഹരിക്കാൻ. റോഡിനരികിലെ പൈപ്പ് ലൈൻ വാൾവിന്റെ സ്ലാബ് തകർന്നിട്ടും മാസങ്ങൾ ഏറെയായി. ഇത് പുറസ്ഥിതിയാക്കുവാനുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. വാഹനയാത്രക്കാർക്ക് തടസ്സമായിട്ടുള്ള അനധികൃത പാർക്കിങ്ങും ഈ പാതയിൽ വ്യാപകമാണ്. പലതവണ ബന്ധപ്പെട്ടവർ ഇതിനെതിരെ നടപടികൾ എടുത്തെങ്കിലും ഒന്നും എവിടെയും എത്തുന്നില്ല. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകുവാനും ഇത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ഈ പാതയിലൂടെയുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിണ്ടുകീറിയ ചുമരുകൾ, ഏത് നിമിഷവും തലയിലേക്ക് പതിക്കാറായ ശുചിമുറിയുടെ കോൺക്രീറ്റ് സ്ലാബ്, ചോർന്നൊലിക്കുന്ന മേൽക്കൂര, മഴയിൽ നനഞ്ഞ ചുമരിൽ നിന്നും ഷോക്ക് ഏൽക്കുമോ എന്ന ഭീതി വേറെയും. ഇതിനിടയിലിരുന്ന് ഒന്നും അറിയാതെ ചിരിച്ചുല്ലസിക്കുന്ന 12 കുഞ്ഞുങ്ങളും, എന്ത് ചെയ്യണമെന്നറിയാതെ നെഞ്ചിടിപ്പോടെ കാവലിരിക്കുന്ന അങ്കണവാടി ജീവനക്കാരും. തിരുമിറ്റക്കോട് പഞ്ചായത്ത് 13-ാം വാർഡായ പള്ളപ്പാടത്തെ 42-ാം നമ്പർ ചാഴിയാട്രി അംഗൻവാടിയിലാണ് ഈ ദുരവസ്ഥ. 32 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പഴയ കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഇതിലൊരു ചെറിയ നവീകരണമെങ്കിലും നടന്നിട്ട് ഇപ്പോൾ 10 വർഷത്തിലേറെ കഴിഞ്ഞു. കാലവർഷം കനത്തു പെയ്യാൻ തുടങ്ങിയതോടെ എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാമെന്ന ഭീതിയുടെ നിഴലിലാണ് ഈ കെട്ടിടം നിലകൊള്ളുന്നത്. അങ്കണവാടിയിലുള്ള 12 കുരുന്നുകൾക്കും ജീവനക്കാർക്കുമായി ആകെയുള്ളത് ഒരേയൊരു ശുചിമുറിയാണ്. ഈ കെട്ടിടത്തിന് മുകളിലെ കോൺക്രീറ്റ് സ്ലാബ് ഭിത്തിയിൽ നിന്നും കാലപ്പഴക്കത്താൽ വേർപെട്ട് ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. ശുചിമുറിയുടെ പഴയ ചുമരുകൾ പലയിടത്തും വിണ്ടുകീറിക്കഴിഞ്ഞു. അങ്കണവാടിയുടെ അകത്തേക്ക് നോക്കിയാൽ ചുമരുകളിൽ നിറയെ വലിയ വിള്ളലുകളാണ്. ഈ വിള്ളലുകൾക്കിടയിൽ ഇഴജന്തുക്കൾ ഒളിച്ചിരിപ്പുണ്ടോ എന്ന ഭീതി വേറെയും. ഷീറ്റുമേഞ്ഞ മേൽക്കൂരയിലൂടെ മഴവെള്ളം മുഴുവൻ അകത്തേക്ക് ഒഴുകിയിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മേൽക്കൂരയിൽ ഉറപ്പിച്ച ഫാനിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി തറ മുഴുവൻ വെള്ളത്തിലാവുകയും മഴവെള്ളം നനഞ്ഞ് ഫാൻ ഷോർട്ടായി കത്തിപ്പോവുകയും ചെയ്തു.
നിലവിൽ ചോർച്ച കാരണം ഭിത്തികൾ മുഴുവൻ നനഞ്ഞു കുതിർന്ന നിലയിലാണ്. അടുക്കളയിലെ സ്വിച്ച് ബോർഡിൽ വരെ വെള്ളം പടർന്നിരിക്കുന്നു. ചെറിയൊരു ശ്രദ്ധക്കുറവുണ്ടായാൽ കുഞ്ഞുങ്ങൾക്ക് ഷോക്ക് ഏൽക്കാവുന്ന വൻ ദുരന്ത സാധ്യതയാണുള്ളത്. കാറ്റൊന്ന് ശക്തമായാൽ തുരുമ്പെടുത്ത മേൽക്കൂര ഷീറ്റുകൾ എപ്പോൾ വേണമെങ്കിലും പറന്നുപോകാം. ഇതിനെല്ലാം പുറമെ 32 വർഷം കഴിഞ്ഞിട്ടും അങ്കണവാടിയിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്ത വീടുകളിൽ നിന്നും ടീച്ചറും ഹെൽപ്പറും കൂടി തലയിൽ ചുമന്നാണ് കുടിവെള്ളവും ശുചിമുറിയിലേക്കുള്ള വെള്ളവും എത്തിക്കുന്നത്. രാത്രി ഒരു മഴ പെയ്താൽ രാവിലെ വന്ന് അങ്കണവാടിക്കകത്തെ വെള്ളം കോരിക്കളഞ്ഞ് തറ ഉണക്കിയെടുത്ത ശേഷം മാത്രമാണ് ഇവിടെ ക്ലാസ് ആരംഭിക്കുന്നത്. രക്ഷിതാക്കളും ജീവനക്കാരും പരാതികൾ പറഞ്ഞു മടുത്തു. പക്ഷേ സർക്കാർ തലത്തിലോ പ്രാദേശിക തലത്തിലോ യാതൊരുവിധ കാര്യക്ഷമമായ ഇടപെടലുകളും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഈ മഴക്കാലത്ത് ഏത് നിമിഷവും ഒരു വൻ ദുരന്തം ഇവിടെ സംഭവിക്കാം. ആരുടെയെങ്കിലും ജീവൻ പൊലിഞ്ഞതിനു ശേഷമാണോ അധികൃതരുടെ കണ്ണുകൾ തുറക്കുക എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. കുരുന്നുകൾക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ അധികൃതർ ഉടൻ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പൈപ്പിട്ട് പോയിട്ട് 20 കൊല്ലമായിട്ടുണ്ടാവും, 20 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. ഇതുവരെ കണക്ഷൻ വന്നിട്ടില്ല. വെള്ളത്തിന് യാതൊരു സൗകര്യമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. വീട്ടിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ അതോറിറ്റി കണക്ഷൻ അതിൽ വെള്ളം വരാറില്ല. എപ്പോഴേലൊക്കെ വരുന്നു. ഞങ്ങളുള്ള വെള്ളം വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. മറ്റേ തറവാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. വേറെ ഇവിടെ നിന്ന് വെള്ളത്തിൻ്റെ സൗകര്യം ഇതുവരെ ആയിട്ടില്ല. നമ്മളൊരു വലിയ വർഷക്കാലമാണ് വരുന്നത്. ഏത് സമയത്തും കാറ്റ് വീശാലും സീറ്റ് പറന്നു പോകാനുള്ള കണ്ടീഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ സീറ്റ് അഥവാ പറന്നു പോയിട്ടുണ്ടെങ്കിൽ വലിയ ദയനീയാവസ്ഥയാണ്. ആ സീറ്റൊക്കെ പറന്നു പോയാൽ ചുമരും എല്ലാം കൂടി കുട്ടികളുടെയും ടീച്ചർമാരുടെയും ഇവരുടെക്ക് അത് വീഴും. അത് വലിയൊരു ദയനീയാവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് അതിന് അധികാരികളുടെ മുന്നിലെത്തുക, അവർ പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിൻ്റെ മേലെന്ന് ചോർന്നിട്ട് ടീച്ചർ ഇരിക്കുന്നതിൻ്റെ അവിടേക്ക് വെള്ളം ഫാനിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് അവിടെയൊക്കെ താഴെയൊക്കെ നിറയെ വെള്ളമുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ വന്നാലും ശരിക്കും അവിടെ ഇരിക്കാൻ പറ്റില്ല. ടീച്ചർ ഇരിക്കുന്ന സ്ഥലത്ത് ടീച്ചർക്ക് ഇരിക്കാൻ പറ്റില്ല. ടീച്ചർ അവിടെ നിന്ന് കസേര മേശയ്ക്ക് മാറ്റിയിട്ടിട്ട് അവിടെ ഇരിക്കണം. അല്ലാതെ നല്ല ചോർച്ച ഉണ്ടെന്നാണ് പറഞ്ഞത്. മഴ പെയ്ത വെള്ളം ഉള്ളിൽ വരുന്ന അവസ്ഥയാണ്. പിന്നെ ശരിക്കും എടുത്തു പറയാമെന്ന് വെച്ചാൽ ഈ അംഗൻവാടി വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളത്തിൻ്റെതായ ഒരു സംവിധാനം ഇന്നവരെ ചെയ്തിട്ടില്ല. ഇതിലേക്ക് വെള്ളം സർക്കാർ പൈപ്പോ അല്ലെങ്കിൽ വേറെ ഒരു സംവിധാനത്തിൽ വെള്ളത്തിനുള്ള ടീച്ചർ അടുത്ത വീടുകളിലൊക്കെ പോയിട്ടാണ് വെള്ളം കൊടുത്തിട്ടാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നത്. പഞ്ചായത്തിൻ്റെ എ എന്ന് എഞ്ചിനീയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ വന്ന് കണ്ടിട്ട് അതിൻ്റെ എന്താണ് അവസ്ഥ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചോളൂ പറഞ്ഞിട്ട് എഞ്ചിനീയർ ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പറയാൻ പറ്റിയത് എന്താ വെച്ചാൽ അവർ ചെയ്യാൻ പറ്റുക ഞങ്ങൾക്ക് അടിയന്തരമായിട്ടൊരു 5000 രൂപയുടെ സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അതിൽ മേലെ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ചെറിയ കുട്ടികൾ വന്ന് പിന്നെ നിൽക്കുന്ന ഈ അംഗൻവാടിയിൽ. ടീച്ചറുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ആകെ എന്തെങ്കിലും ഒരു കാറ്റ് വന്നു, നല്ലൊരു കാറ്റ് വന്നു, അല്ലെങ്കിൽ നല്ലൊരു മഴയത്ത് ഇടിഞ്ഞു വീഴുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എത്രയും പെട്ടെന്ന് അത് ക്ലിയറായി കിട്ടണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങളെ LMS അംഗങ്ങളായ ഞങ്ങളുടെ ആവശ്യം. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ നെടുങ്ങോട്ടൂർ തച്ചറുംകുളം ജനകീയ കൂട്ടായ്മയിൽ ശുചീകരിച്ചു. പഞ്ചായത്ത് അംഗം അനില മുകുന്ദന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മഴക്കാല രോഗ പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് തിരുവേപ്പുറ പഞ്ചായത്തിലെ നെടുങ്ങോട്ടൂർ തച്ചറുകുളം ശുചീകരിച്ചത്. പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും DYFI പ്രവർത്തകരുടെയും മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ. പായലും ചണ്ടിയും നിറഞ്ഞു കിടന്നിരുന്ന കുളം ജനകീയ കൂട്ടായ്മയിലാണ് ശുചീകരിച്ചത്. വാർഡ് മെമ്പർ അനില മുകുന്ദൻ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പൊതു ഇടം ശുചീകരിക്കണം തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ തച്ചറുകുളം തിരഞ്ഞെടുക്കപ്പെടുന്നത്. പൊതു ഇടങ്ങൾ, പൊതുവഴികൾ, പൊതുകുളങ്ങളെല്ലാം തന്നെ ശുചീകരിക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, അത് കൂടാതെ തന്നെ നിലവിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ മെയ് മാസം 24-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. മെയ് മാസം 24-ാം തീയതി മുതൽ ഇന്ന് ഇതായി മെയ് 31 വരെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായി
വീടും പരിസരവും ചുറ്റുപാടും വൃത്തിയാക്കുന്ന 10 കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുന്ന ഒരു പരിപാടി കൂടെ നമ്മൾ വാർഡ് 6-ൽ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. അപ്പോൾ ശുചിത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഈ മഴക്കാലം വരുമ്പോൾ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും അവനവൻ്റെ വീടും ചുറ്റുപാടും നാടും ഒക്കെ തന്നെ ശുചിയായി സൂക്ഷിക്കാനുള്ള ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്നതുകൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ തച്ചറുകുളം ഇന്നിവിടെ ശുചീകരിക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ കൂടിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകളെയും കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 3 മുതൽ 10 വരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിസ്ഥിതി ദിന വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചാലിശ്ശേരിയിൽ നടന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രശസ്ത കലാ സംവിധായകൻ അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ എൻ ഷാജി തോമസ് പരിസ്ഥിതി ദിന ബ്രോഷർ കൈമാറി. ഏരിയ സെക്രട്ടറി ടി എ അഷ്റഫ് വൃക്ഷത്തൈ കൈമാറ്റം ചെയ്തു. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, SMC ചെയർമാൻ റഫീഖ് ഔങ്ങാട്ടിൽ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ K തസ്നി, അധ്യാപകരായ C ഹംസ, P വിജയൻ, CV വിദ്യാവതി, NSS വോളണ്ടിയർമാരായ M അർച്ചന, K ഗായത്രി, പ്രകൃതി സംരക്ഷണ സംഘം ഏരിയ ട്രഷറർ ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതിദിന ക്വിസ് മത്സരം നടത്തി. മത്സര വിജയികൾക്ക് വൃക്ഷത്തൈകളും മെഡലും നൽകി ആദരിച്ചു. സ്കൂളിലെ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ പട്ടാമ്പിയിൽ CPM-ന്റെ പ്രതിഷേധം. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസ്ഹാഖ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വില വർധന ഉൾപ്പെടെയുള്ള വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ചാണ് CPM-ന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. അധികാരത്തിൽ ഹുങ്കും കണ്ട് തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം CPM ജില്ലാ സെക്രട്ടറി അംഗം സുബൈദ സാഖ് ഉദ്ഘാടനം ചെയ്തു. ഇന്ധനത്തിന്റെയും പാചകവാതകത്തിന്റെയും എല്ലാം വില വർധനവ് സാധാരണക്കാരെ നടുവൊടിക്കുന്ന സ്ഥിതിയാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വില വർധനവ് കുറയ്ക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സുബൈദ സാഖ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്തെ മനുഷ്യരെയാകെ പ്രയാസപ്പെടുത്തുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുറച്ച് വർഷങ്ങളായി അവരുടെ പ്രവർത്തന പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ മനുഷ്യരാകെ നാളെ എന്താവുമെന്നുള്ള വലിയ പ്രയാസമേറിയ ചിന്തയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇന്നിവിടെ നടത്തുന്ന ഈ സമരം ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഓരോ ദിവസവും ഇപ്പൊ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തന വേളകളിൽ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് വേളകളിൽ ഒന്നും കാണാത്ത താല്പര്യമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഘട്ടം ഘട്ടമായി ഓരോ ദിവസവും യൂണിയൻ ഗവൺമെന്റ് ഇന്ധന വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ദിവസേന എന്നോണം വളരെ വലിയ രൂപത്തിൽ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുൻപ് ഒരു കാലത്തും കണ്ടിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയായി ഓരോ ദിവസവും വില വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡീസലിനും പെട്രോളിനും വലിയ രൂപത്തിൽ വില വർദ്ധിച്ചിരിക്കുകയാണ്. 1 ലിറ്റർ പെട്രോളിന് 115 രൂപയും ഡീസലിന് 104 രൂപയോളം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ
വലിയ പ്രയാസമാണ് ഈ രാജ്യത്തെ മനുഷ്യർ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, TK നാരായണദാസ്, മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. പെട്രോൾ, ഡീസൽ, പാചകവാതകം, CNG എന്നീ ഇന്ധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിപ്പിച്ച് രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ CPIM പ്രതിഷേധിച്ചു. സംസ്ഥാന വ്യാപകമായി ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി തൃത്താല ഏരിയ കമ്മിറ്റി കൂറ്റനാട് സെന്ററിൽ നടത്തിയ പ്രതിഷേധ ധർണ S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. മുൻ MLA VK ചന്ദ്രൻ, TP മുഹമ്മദ്, PN മോഹനൻ, അഡ്വക്കേറ്റ് VP റിജീന, MK പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. 1 ലിറ്റർ പെട്രോൾ അത് 75 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്രകാലം അധികാരത്തിലിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രൂക്ഷമായിട്ടാണ് ഫ്യൂവലിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഫ്യൂവൽ? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഗ്യാസ്? അതുകൊണ്ട് 1 ലിറ്റർ പെട്രോൾ നിങ്ങൾക്ക് 50 രൂപയ്ക്ക് നൽകുമെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. അത് പിന്തിരിപ്പൻ സാമ്പത്തിക നയം, ലിബറൽ നയം, അതദ്ദേഹം രാജ്യവിരുദ്ധമാണോ ജനവിരുദ്ധമാണോ? ആ സാമ്പത്തിക നയം കൊണ്ട് അധികാരമേറ്റ് അധികാരത്തിൽ അതേ നയം നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റോ ഒരു ഭരണാധികാരിയോ ലോകത്തെവിടെയും രക്ഷപ്പെട്ടിട്ടില്ല. അതാണല്ലോ കോൺഗ്രസിൻ്റെ ദുരന്തം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.